അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ എല്ലാ കർഷകരും ചെയ്യേണ്ടത് നിർബന്ധമാണോ? എല്ലാ കർഷകരും ചെയ്യണം. എല്ലാ പദ്ധതിയിലും ഉൾപ്പെട്ട കർഷകരും ചെയ്യണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. PM കിസാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട കർഷകരെല്ലാവരും നിർബന്ധമായിട്ടും അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രേഷന് ജൂലൈ 31 വരെ സമയമുണ്ട്. അപ്പോൾ ആ സമയത്തിനുള്ളിലായിട്ട് ചെയ്താൽ മതി. പിന്നെ ഇപ്പോൾ വരാൻ പോകുന്നത് 20ാമത്തെ ഗഡുവാണ് PM കിസാൻ്റെ. ഈ 20ാമത്തെ ഗഡുവിന് നിർബന്ധമില്ല. പക്ഷേ അതിന് ശേഷമുള്ള 21ാമത്തെ ഗഡു കിട്ടണമെന്നുണ്ടെങ്കിൽ അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കൃഷിഭവൻ ലെവലിലാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്. വരുന്ന ആഴ്ചകളിലായിട്ട് CSC മറ്റു കമ്പ്യൂട്ടർ സെൻ്ററുകൾ മുഖേന രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനവും റെഡിയാവുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് നേരിട്ട് കൃഷിഭവനിൽ എത്താൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് CSC അതുപോലെ തന്നെ മറ്റു കമ്പ്യൂട്ടർ സെൻ്ററുകൾ മുഖാന്തരം രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം അടുത്ത ആഴ്ചകളിലായിട്ട് റെഡിയാവുന്നതാണ്. അത് രജിസ്ട്രേഷൻ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? കർഷകർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടത് അവരുടെ ആധാർ കാർഡ്, ആ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ, അതുപോലെ അവരുടെ കർഷകരുടെ സ്വന്തം പേരിലുള്ള ഭൂമിയുടെ നികുതി ഷീറ്റ് എന്നിവയായിട്ട് കൃഷിഭവനിലാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 1-2 ആഴ്ചക്കുള്ളിൽ നമുക്ക് ഈ പറയുന്ന അക്ഷയ സെൻ്ററുകളോ അല്ലെങ്കിൽ CSC സെൻ്ററുകളോ മുഖാന്തരം രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതാണ്. ഒരു കർഷകന് ഒരു ഭൂമി മാത്രമാണോ രജിസ്റ്റർ ചെയ്യാൻ പറ്റുക? അല്ല, അയാളുടെ പേരിലുള്ള കൃഷിഭൂമികളെല്ലാം ആഡ് ചെയ്യുക. ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ സ്വന്തം പേരിലുള്ള ഭൂമിയാണ് ആദ്യഘട്ടത്തിൽ ആഡ് ചെയ്യുന്നത്. പാട്ടഭൂമി അടുത്ത ഘട്ടത്തിൽ ആഡ് ചെയ്യാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇനീഷ്യലി ID കാർഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഈ പറഞ്ഞ സ്വന്തം പേരിലുള്ള ഭൂമി വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. ഈ രജിസ്ട്രേഷൻ പൂർത്തിയായെന്ന് എങ്ങനെയാണ് അറിയാം? അല്ല, അതിൽ 2 ഘട്ടമായിട്ടാണ്. ആദ്യഘട്ടത്തിൽ ഈ രജിസ്ട്രേഷനാണ് കർഷകർ ചെയ്യുന്നത്. അത് ഇനീഷ്യലി അവരുടെ ആധാർ ഡാറ്റ എടുക്കും. അപ്പോൾ അവരുടെ ആധാർ നമ്പർ അടിക്കുമ്പോൾ ഈ ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈലിലോട്ട് ഒരു OTP വരും. ആ OTP വെച്ചിട്ട് നമുക്ക് ഈ ആധാർ ഡാറ്റയിൽ നിന്ന് അവരുടെ ബേസിക് ഡീറ്റെയിൽസ്, പേര്, അഡ്രസ്സ്, വയസ്സ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ ഏത് കാറ്റഗറിയാണ്, ജനറൽ ആണോ OBC ആണോ SC, ആ ഡീറ്റെയിൽസ് കൊടുക്കും. അതോടുകൂടി ഫസ്റ്റ് സ്റ്റെപ്പായി. പിന്നെ അതുപോലെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലോട്ട് വീണ്ടും ഒരു OTP വരും. നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ അതിലോട്ട് OTP, അതടിക്കുന്നതോടുകൂടി മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യും. പിന്നീട് അതിൽ ചെയ്യുന്നത് നമ്മളുടെ ഭൂമി ആഡ് ചെയ്യലാണ്. നമ്മളുടെ സ്വന്തം പേരിലുള്ള ഭൂമിയുടെ ഡീറ്റെയിൽസ് നമ്മളെ റവന്യൂ റെക്കോർഡുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള ഭൂമി, ഏരിയയും സർവേ നമ്പറും ഒക്കെ കൃത്യമാണെന്ന് ഉറപ്പാക്കിയിട്ട് അതിലോട്ട് ആഡ് ചെയ്യുന്നു. ശേഷം അതിൻ്റെ ഫൈനൽ സ്റ്റേജായിട്ട് രജിസ്ട്രേഷൻ്റെ സമയത്ത് സൈൻ ഉണ്ട്. നമ്മൾ സാധാ പേപ്പറിൽ ഒപ്പിടുന്നതിന് പകരം OTP സൈനാണ് ആധാർ ബേസ്ഡ്. നമ്മളെല്ലാം ചെയ്തതിന് ശേഷം അതിൽ കൺസെൻറ്റും കൊടുത്ത ശേഷം ആധാർ നമ്പർ അടിക്കുമ്പോൾ ഈ ആധാറിലോട്ട് OTP വരും. ഇതോടുകൂടി പ്രാഥമിക രജിസ്ട്രേഷൻ കഴിയും. അതിനുശേഷം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൻ്റെ ഫർദർ വെരിഫിക്കേഷൻ നടത്തുന്നത്. ഈ വെരിഫിക്കേഷൻ കഴിഞ്ഞ ഉടനെ അപ്രൂവൽ ആവും. പക്ഷേ ഫൈനൽ സ്റ്റേജിൽ ഈ സൈൻ ചെയ്യുന്നതോടുകൂടി കർഷകരുടെ മൊബൈലിലോട്ട് വീണ്ടും ഒരു മെസ്സേജ് വരും. ഈ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആണ്, അവർക്കൊരു എൻറോൾമെൻറ്റ് IDയും കിട്ടുന്നതാണ്. അതോടുകൂടി പ്രാഥമിക രജിസ്ട്രേഷൻ കഴിഞ്ഞു. പിന്നീട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് വെരിഫൈ ചെയ്യുന്നത്. അത് അവരുടെ ലാൻഡ് ഡീറ്റെയിൽസും നമ്മൾ കൊടുത്ത ഡാറ്റേഴ്സും വെച്ചിട്ട് അവർ വെരിഫൈ ചെയ്ത ശേഷമാണ് ഇത് അപ്രൂവ്ഡ് എന്നുള്ള സ്റ്റാറ്റസിലോട്ട് വരിക. എവിടെയാണോ കർഷകന് കൃഷിഭൂമി ഉള്ളത് അല്ലെങ്കിൽ സ്വന്തം പേരിൽ ഭൂമി ഉള്ളത്, അത് ഏത് കൃഷിഭവൻ പരിധിയിലാണോ വരുന്നത് ആ സ്ഥലത്താണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരാൾക്ക് ഒന്നോ അതിലധികമോ കൃഷിഭവൻ പരിധിയിൽ ഭൂമി ഉണ്ടെങ്കിൽ അയാൾ ഒരു കൃഷിഭവനിൽ മാത്രമേ രജിസ്റ്റർ ചെയ്യേണ്ടതുള്ളൂ. പിന്നീട് അടുത്ത ഘട്ടത്തിൽ അത് ബാക്കിയുള്ള ഭൂമികളോട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. PM കിസാൻ ഇപ്പോൾ പുതുതായിട്ട് ചേർക്കാൻ പറ്റുമോ ആളുകൾക്ക്? PM കിസാൻ നമുക്ക് ആളുകളെ ചേർക്കാം. പക്ഷേ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. PM കിസാൻ വന്ന സമയത്ത് PM കിസാൻ പദ്ധതിയിൽ ആരൊക്കെ അംഗങ്ങളാവാന്നുള്ളത്. അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ 2019 ഫെബ്രുവരി മാസത്തിന് മുമ്പ് സ്വന്തം പേരിൽ ഭൂമിയുള്ള കർഷകർക്കാണ് ഈ PM കിസാനിൽ രജിസ്റ്റർ ചെയ്യാൻ ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ 2019 മുമ്പ് സ്വന്തം പേരിൽ ഭൂമിയുള്ള കർഷകർ ഇപ്പോഴും ആ ഭൂമി കയ്യിലുണ്ടെങ്കിൽ ആ ആളുകൾക്ക് PM കിസാനിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഇപ്പോഴും ഉണ്ട്, നിലവിലും ഉണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ആളുകൾ ചെയ്യേണ്ട കാര്യം 2018-19 സാമ്പത്തിക വർഷത്തിലെ കരമടച്ച രസീത്, അതുപോലെ ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ്, ആധാർ കാർഡ് എന്നിവ സഹിതം
അക്ഷയ സെൻറ്ററുകളോ CSC പോലെയുള്ള മറ്റു കമ്പ്യൂട്ടർ സെൻറ്ററുകളിലോ നേരിട്ട് പോയിട്ട് ഈ രജിസ്ട്രേഷൻ PM കിസാനിൻ്റെ അപേക്ഷ കൊടുക്കുകയാണ് വേണ്ടത്. ശേഷം കൃഷിഭവനിൽ അതിൻ്റെ ഒരു കോപ്പിയോടെ സമർപ്പിച്ചാൽ മതി. നേരത്തെ ധനസഹായം കിട്ടിയിട്ട് ഇടക്കാലത്ത് മുടങ്ങിയ ആളുകൾക്ക് അത് പുനഃസ്ഥാപിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ PM കിസാൻ പദ്ധതിയിൽ 2-3 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അത് ചെയ്യാത്ത ആളുകൾക്കാണ് ഭൂരിപക്ഷവും മുടങ്ങിക്കിടക്കുന്നത്. കുറച്ച് ഒരു 5 ഗഡു അല്ലെങ്കിൽ 8 ഗഡു ഒക്കെ കിട്ടിയിട്ട് മുടങ്ങിക്കിടക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ PM കിസാനിൽ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് EKYC ഉണ്ടായിരുന്നു, ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്ന്. പിന്നെ അതുപോലെയുള്ളത് ലാൻഡ് സീഡിങ് എന്ന് പറയും. നമ്മുടെ ഭൂമി എയിംസ് പോർട്ടൽ വഴി ആഡ് ചെയ്യുന്നതാണ് ലാൻഡ് സീഡിങ് എന്ന് പറഞ്ഞാൽ. അത് അക്ഷയ സെൻറ്ററുകളും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് കമ്പ്യൂട്ടർ സെൻറ്ററുകൾ വഴിയെല്ലാം എയിംസ് പോർട്ടലിൻ്റെ സഹായത്തോടു കൂടി അത് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമതുള്ളത് ആധാർ സീഡിങ് ആണ്. ഇപ്പോൾ PM കിസാൻ്റെ പേയ്മെൻറ്റ് പറഞ്ഞാൽ DBT മോഡലാണ് പേയ്മെൻറ്റ് വരുന്നത്. അഥവാ നമ്മൾ ആധാറുമായിട്ട് ഒരു അക്കൗണ്ടിനെ സീഡ് ചെയ്ത് വെക്കാൻ പറ്റും. ആ സീഡ് ചെയ്ത അക്കൗണ്ടിലോട്ട് മാത്രമേ ഈ പൈസ സർക്കാർ ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ലിങ്ക് ചെയ്യാൻ എത്ര അക്കൗണ്ട് ഒരാൾക്ക് ചെയ്യാം, പക്ഷേ സീഡ് ചെയ്യാൻ ഒരു വ്യക്തിക്ക് ഒരു ആധാർ കാർഡായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ടിനെ മാത്രമേ സീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ആധാർ ത്രൂ മോഡ് പേയ്മെൻ്റ് ആകുമ്പോൾ ഇയാൾ കറക്റ്റായിട്ട് ആധാറുമായിട്ട് ബാങ്ക് അക്കൗണ്ടിന് സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പൈസ ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് റിട്ടേൺ ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചില കർഷകരുടെ ഒക്കെ ഇപ്പോഴും ആധാർ സീഡ് ചെയ്യാതെ ഉള്ളത് കൊണ്ടാണ് ഈ പൈസ കിട്ടാതെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബാങ്കിൽ ആധാർ കാർഡുമായിട്ട് പോയി ബാങ്കിൽ പറഞ്ഞാൽ ആ ആധാർ സീഡിങ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ 3 കാര്യങ്ങളാണ്. കുറച്ച് ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. അത് മെയിനായിട്ടുള്ളത് ഒന്ന് നമ്മളുടെ ഗവൺമെൻറ് സർവീസിലുള്ള ആളുകൾക്ക്, അതുപോലെ ഗവൺമെൻറ് പെൻഷനേഴ്സ് എന്ന് പറഞ്ഞാൽ 10,000 രൂപയിൽ കൂടുതൽ പെൻഷൻ ലഭിക്കുന്ന ക്ലാസ് 4 ഗ്രൂപ്പ് D ജീവനക്കാർ ഒഴികെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്, ഇതുപോലെയുള്ള ആർക്കിടെക്ട്സ് പോലെയുള്ള പ്രൊഫഷണൽസിന് പറ്റില്ല. സ്വന്തം പേരിൽ സ്ഥാപനങ്ങളുള്ള വ്യക്തികൾക്ക് പറ്റില്ല. അതുപോലെ സാമ്പത്തിക വർഷത്തിൽ ഇൻകം ടാക്സ് അടക്കുന്ന വ്യക്തികൾക്കും PM കിസാന് അനർഹരാണ്. അതുപോലെ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമേ PM കിസാൻ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ PM കിസാൻ പദ്ധതി പ്രകാരം ഒരു കുടുംബം എന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, പ്രായപൂർത്തിയാവാത്ത മക്കൾ ഉൾപ്പെടുന്നതാണ് ഒരു കുടുംബം. ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് മാത്രമേ PM കിസാൻ ആനുകൂല്യത്തിനും വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ.